ജസ്റ്റിസ് സി.ടി. രവികുമാർ സുപ്രീം കോടതിയിൽ നിന്നും നാളെ ഔദ്യോഗികമായി വിരമിക്കും. ഇന്നലെയായിരുന്നു അവസാന പ്രവൃത്തി ദിവസം. മാവേലിക്കരയിൽ ജനിച്ച് കോഴിക്കോട് ലോ കോളേജിൽ പഠിച്ച് കേരള ഹൈക്കോടതി വഴി സുപ്രീം കോടതി വരെ എത്തിയ ജസ്റ്റിസ് സി.ടി. രവികുമാർ മീഡിയ വണ്ണുമായി സംസാരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ നിന്നും മലയാളിയായ ജഡ്ജി ജസ്റ്റിസ് സി.ടി. രവികുമാർ പടിയിറങ്ങുകയാണ്. സാർ നമസ്കാരം. ജനുവരി 5 സാറിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. അത് സാർ തന്നെ ഒന്ന് പറയുന്നതാണ്. എനിക്ക് ജന്മദിന സമ്മാനം പോലെ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള സ്ഥാനക്കയറ്റം കിട്ടിയത് ജനുവരി 5 അന്നാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് ആ സ്ഥാനം ഏറ്റെടുത്തത്. അപ്പോൾ സാധാരണ എല്ലാവരും റിട്ടയർമെൻറ്റും ജഡ്ജിമാരുടെ റിട്ടയർമെൻറ്റും ജന്മദിനത്തിൻ്റെ തലേദിവസമാണ്. ആ സ്ഥാനമേറ്റ ദിവസം തന്നെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യുന്നതോ അതേ ദിവസം തന്നെ. അപ്പോൾ 5-ാം തീയതി ജനുവരി 5 സ്ഥാനം ഏറ്റെടുത്തു. ജനുവരി 5 തന്നെ സ്ഥാനം ഒഴിയുന്നു. 5ൻ്റെ പ്രത്യേകത അതാണ് എനിക്ക്. അപ്പോൾ ഇന്നലെ ഈ യാത്രയപ്പ് സമ്മേളനത്തിൽ ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന പറഞ്ഞത് സിമ്പിൾ ഹമ്പിൾ എന്നുള്ളത് എല്ലാവരും പറയുമ്പോൾ സാറിന് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒരു സാധാരണ ഒരു കോടതിയിലെ ഒരു ബെഞ്ച് ക്ലർക്കിൻ്റെ ഒരു മകനായി ജനിച്ച് സുവോളജി പഠിച്ചു, പിന്നീട് ലീഗൽ ഫ്രട്ടേണിറ്റിയിലേക്ക് വരുന്നു. ഒരു കഴിഞ്ഞ കാലം അദ്ദേഹം പരമോന്നത കോടതിയിൽ നിന്ന് തന്നെ വിടവാങ്ങുകയാണ്. എന്നെ സംബന്ധിച്ചോളം മുമ്പോട്ട് എന്തൊക്കെ കിട്ടുമ്പോഴും ഞാനൊന്ന് തിരിഞ്ഞു നോക്കാറുണ്ട്. എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയ കാലം, ഞാൻ ആരായിരുന്നു, ഇതൊന്നും നോക്കുന്നത് നല്ലതാണ്. അതെപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഓരോന്ന് കിട്ടുമ്പോഴും ആ കിട്ടുന്ന സ്ഥാനം വരുമ്പോഴും ഞാൻ വിചാരിക്കുന്ന ഇതാണ്, ആരായിരുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എപ്പോഴും ചെയ്യുന്നത്. അതല്ലെങ്കിൽ അധികാരങ്ങൾ കിട്ടുമ്പോൾ അത് നമുക്ക് എന്തോ നമ്മളായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു തലക്കനം എന്ന് പറയുന്ന അതൊരിക്കലും വരാൻ പാടില്ല എന്നുള്ളത് അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമായിരുന്നു. ഒരിക്കലും വരരുത്. കാരണം ഭാഗ്യം കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, കുറച്ച് നമ്മുടെ കഠിന പ്രയത്നം എല്ലാം കൊണ്ട് നമ്മളൊരു സ്ഥാനത്തെത്തുന്നു. അത് സമൂഹം തരുന്ന ഒരു സ്ഥാനമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റാരോ ആയി എന്ന് ധരിക്കുന്നതിൽ അർത്ഥമില്ല. നമ്മളും സാധാരണ മനുഷ്യരെ പോലെ ഒരാൾ തന്നെ. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സൗകര്യം. അത് ഞാൻ രാവിലെ പറഞ്ഞ പോലെ തന്നെ ഭരണഘടന തന്നിരിക്കുന്ന ഒരിതാണ്, ഒരു സ്ഥാനം തന്നിരിക്കുന്നു, ജനങ്ങൾ തന്നതാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ കഴിഞ്ഞ്, അല്ലാതെ എൻ്റെ ഒരു സ്ഥാനം എന്നുള്ള രീതിയിലല്ല ഞാൻ പോയിരുന്നത്. ഇത് എനിക്കൊരു അവസരം തന്നതാണ് ജനങ്ങളെ സേവിക്കാൻ. അത് കഴിയുന്നു ആത്മാർത്ഥതയോടുകൂടി തന്നെ പരിപൂർണമായിട്ട് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സാർ, കഴിഞ്ഞ ദിവസം നേരത്തെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ, ഒരു 350 കുടുംബങ്ങളിലുള്ള ജഡ്ജിമാരാണ് സാധാരണ മാറി വരാറുള്ളത്. പക്ഷേ സാർ ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയറായിട്ട് അത് ഏതൊക്കെ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുകളായിരുന്നു സാറിൻ്റെ മുന്നിൽ ഈ ഒരു കടമ്പിലേക്ക്, ഈ ഒരു പദവിയിലേക്ക് എത്താനുണ്ടായിരുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ഇതിലേക്ക് വരുമ്പോൾ ഒരു വക്കീലായിട്ട് അതും മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. തിരിച്ച് നമ്മൾ എറണാകുളത്ത് വരുമ്പം ആ എറണാകുളത്ത് നിൽക്കുക എന്ന് പറഞ്ഞത് ഒരു മാസം ജീവിക്കാനുള്ളവ തന്നെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊരു സൗഭാഗ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് ജനറേഷൻ ലോയറെ സംബന്ധിച്ചോളം ഒരു ലീഗൽ ബാക്കിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ വരുന്ന കക്ഷികൾ അത് നമ്മളെ അറിഞ്ഞ് പതുക്കെ പതുക്കെ വേണം വരുത്താൻ. അത് കഠിനപ്രയത്നത്തിലൂടെ മാത്രമേ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയൂ. അപ്പോൾ ആദ്യകാലങ്ങളെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. പക്ഷേ വക്കീലായി അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് എൻ്റെ ആ ഇല്ലായ്മയിലും എന്നോടൊപ്പം നിൽക്കാൻ എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു. അത് കൂടുതൽ എനിക്ക് സൗകര്യങ്ങൾ കിട്ടുമ്പോഴും ആ പണ്ടുണ്ടായിരുന്ന അതേ സ്നേഹം തന്നെ അതേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. അതൊരു വലിയ വിജയമാണ് അത്. അപ്പം എനിക്ക് കിട്ടുന്ന ഓരോ ഇതിനും സത്യം പറഞ്ഞാൽ നല്ലൊരു പങ്ക് വഹിച്ചത് വൈഫ്, എൻ്റെ ഭാര്യ തന്നെയാണ്. അഭിമാനത്തോടു കൂടിയാണ് ജസ്റ്റിസ് സി.ടി. രവികുമാർ സുപ്രീം കോടതിയുടെ പടിയിറങ്ങുന്നത്. ജസ്റ്റിസ് സി.ടി. രവികുമാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് തന്നെയാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. അത് തന്നെയാണ് അദ്ദേഹം. അത് തന്നെയാണ് നമ്മളോട്, മീഡിയ വണ്ണോട് ഇത്രയും നേരം അദ്ദേഹം സംസാരിച്ചതും. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം ഡി ധനസുബോധ്, മീഡിയ വൺ, ഡൽഹി.